ഇന്ന് നമ്മൾ EC302 ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു കോഴ്സിൻ്റെ സിലബസിലുള്ള ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് അനലോഗ് ടൈപ്പ് ആകാം അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈപ്പ് ആകാം. ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന മെയിൻ സെക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു റിസീവർ സെക്ഷൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ കൺസിഡർ ചെയ്യാം. ട്രാൻസ്മിറ്റർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനാണ് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ ഈ ഒരു ഇൻഫർമേഷൻ സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനലോഗ് ആകാം അല്ലെങ്കിൽ ഡിജിറ്റൽ ആകാം. ദെൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. സോ നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോമിലായിരിക്കണം. ആ ഒരു ഡിജിറ്റൽ ഫോമിലുള്ള ഇൻഫർമേഷനെ ഫർദർ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്തിട്ട് റിസീവർ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അനലോഗ് സിഗ്നൽ ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഒരു അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? We need to use the analog to digital converter. Then ഈ ഒരു analog to digital converter സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ analog to digital conversion ഓപ്പറേഷനിൽ വരുന്നത് സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ് ഓപ്പറേഷൻസ് ആണ്. ഈ ഒരു സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഒരു അനലോഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ് ഓപ്പറേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അനലോഗ് ഇൻഫർമേഷനെ 0 and 1 ഫോമിലുള്ള ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഇൻഫർമേഷനെ നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ തന്നെയാണോ ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്? അല്ല, നമുക്ക് ഇതിനെ മോഡുലേറ്റ് ചെയ്യണം. സോ ഒരു മോഡുലേറ്റർ സെക്ഷൻ ഇവിടെ വരും. മോഡുലേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ നീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മോഡുലേഷൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതും ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ഇവിടെ വരുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ് ഇവിടെ വരുന്നത്, അതിലെങ്ങനെയാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ മോഡുലേറ്റ് ചെയ്ത ആ സിഗ്നലിനെ എഗെയിൻ ഫർദർ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന യൂസ് ചെയ്തിട്ട് റിസീവർ സെക്ഷനിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ ഏർലിയർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് വയേർഡ് ചാനൽ യൂസ് ചെയ്തിട്ടാണ്. ബട്ട് നൗഡേയ്സ് വി ആർ യൂസിങ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉണ്ടായിരിക്കും, ഒരു റിസീവിംഗ് ആൻറ്റിന ഉണ്ടായിരിക്കും. ദെൻ അതിനിടയ്ക്ക് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് നമ്മുടെ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു മീഡിയത്തിനെ നമ്മൾ പറയുന്ന പേര് ചാനൽ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്മിഷൻ ചാനൽ വഴിയാണ് നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ സൈഡിലേക്ക് റീച്ച് ചെയ്യുന്നത്. ദെൻ
ഈ ഒരു ചാനലിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഈ ഒരു ചാനൽ വഴി നമ്മുടെ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ചാനൽ വഴി ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്തായാലും നോയ്സ് ആഡ് ചെയ്യും. ഇങ്ങനെ നോയ്സ് ആഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ സിഗ്നലാണ് റിസീവർ സൈഡിലേക്ക് എത്തുന്നത്. അങ്ങനെ റിസീവ് ചെയ്യുന്ന ഒരു സിഗ്നലിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത ആക്ച്വൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കണം. അങ്ങനെ ആക്ച്വൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ഈ റിസീവർ സൈഡിൽ നമ്മൾ ഡിറ്റക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ചാനൽ വഴി ട്രാവൽ ചെയ്തു വരുന്ന സിഗ്നലിനെ റിസീവിങ് ആൻറ്റിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നു. ദെൻ ആ റിസീവ് ചെയ്ത സിഗ്നലിൽ നിന്ന് ആക്ച്വൽ ഇൻഫർമേഷനെ ഡിറ്റക്റ്റ് ചെയ്തെടുക്കുന്നത് ഈ ഡിറ്റക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ എങ്ങനെയാണ് നമ്മൾ ആ റിസീവ്ഡ് സിഗ്നലിൽ നിന്ന് ആക്ച്വൽ ഇൻഫർമേഷൻ ഡിറ്റക്റ്റ് ചെയ്തെടുക്കുന്നത്, അതിനെന്ത് ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന ആ ഇൻഫർമേഷൻ അനലോഗ് ഫോമിലാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാം, ആ ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡുലേഷൻ പ്രോസസ്സ്, എന്തൊക്കെ ടൈപ്പ് മോഡുലേഷൻ പ്രോസസ്സാണ് ഉള്ളത്, എങ്ങനെയാണ് നമ്മളത് മോഡുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ സിഗ്നലിനെ, നമ്മുടെ ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ചാനൽ വഴി നമ്മൾ റിസീവർ സെക്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ചാനലിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഈ ചാനൽ വഴി നമ്മുടെ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഇഫക്ട്സ് ആണ് വരുന്നത്, ആ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റിസീവ് ചെയ്ത സിഗ്നലിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ ആക്ച്വൽ ഇൻഫർമേഷൻ, നമ്മുടെ ഒറിജിനൽ ഇൻഫർമേഷൻ എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം, എങ്ങനെ ആ ഇൻഫർമേഷനെ ഡിറ്റക്റ്റ് ചെയ്തെടുക്കാം, ആ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുക. അതിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 0ഉം 1ഉം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആണ് ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് നമ്മൾ റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. ഇത് നമ്മൾ ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആണ് റിസീവർ സെക്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ദെൻ ഈ റിസീവർ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ റിസീവറിന് ഏത് സിഗ്നലാണ് അത് റിസീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിയാനായിട്ട് പറ്റില്ല. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് 0 ആണ് അത് റിസീവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ 1 ആണ് അത് റിസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിസീവറിന് മനസ്സിലാകുള്ളൂ. ഓക്കെ, റിസീവറിന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഏത് സിഗ്നലാണ് അത് റിസീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് നെക്സ്റ്റ് അത് റിസീവ് ചെയ്യാൻ പോകുന്നത് 0 ആണോ അല്ലെങ്കിൽ 1 ആണോ എന്നുള്ളത് മുൻകൂട്ടി റിസീവറിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെ റിസീവറിന് അത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ആ ട്രാൻസ്മിഷൻ ഒരു മീനിങ് ഇല്ല, ശരിയല്ലേ? അതായത് നെക്സ്റ്റ് ഏതാണ് വരാൻ പോകുന്നത് എന്നുള്ളത് റിസീവറിന് ഓൾറെഡി അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ആ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ് മീൻസ് ഇഫ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഇൻഫർമേഷൻ സോഴ്സ് ഈസ് നോൺ in advance to the receiver, then there is no point in transmitting the message. Okay, so from the receiver point of view, the information that coming from the transmitter is random in nature. ഓക്കെ, അതായത് റിസീവറിന് നേരത്തെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ട്രാൻസ്മിറ്ററിൽ നിന്ന് ഏത് ഇൻഫർമേഷനാണ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ 2 കേസുകളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആണ് ട്രാൻസ്മിറ്റർ റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ റിസീവറിന് അറിയില്ല 0 ആണോ വരുന്നത് അല്ലെങ്കിൽ 1 ആണോ വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി റിസീവറിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സിഗ്നലിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസീവ്ഡ് സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് റിസീവറിന് മനസ്സിലാകുന്നത് ആ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ റിസീവറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ ഇൻഫർമേഷൻസ് ഏതാണ് എന്നുള്ളത് അതിന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ദാറ്റ് സിഗ്നൽസ് ആർ റാൻഡം ഇൻ നേച്ചർ. ദെൻ
ഈ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ സൈഡിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, ചാനൽ വഴി അത് ട്രാവൽ ചെയ്യുമ്പോൾ നോയ്സ് അതിൽ ആഡ് ചെയ്യും. ഈ നോയ്സ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ നോയ്സ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സിഗ്നലാണ്. ഈ നോയ്സ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയിൽ വരാം. ഏത് ആംപ്ലിറ്റ്യൂഡ് ലെവൽ വേണമെങ്കിലും നോയ്സിന് വരാം. സോ ഏത് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും റിസീവറിന് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ റിസീവറിന് പ്രോപ്പറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഈ റിസീവർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഇൻഫർമേഷനിൽ ആഡ് ചെയ്യുന്ന നോയ്സ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ റാൻഡം ഇൻ നേച്ചർ. സോ ഫ്രം ദ റിസീവർ പോയിന്റ് ഓഫ് വ്യൂ, ദി ഔട്ട്പുട്ട് ഓഫ് ദി ഇൻഫർമേഷൻ സോഴ്സ് ആൻഡ് നോയ്സ് ആർ റാൻഡം ഇൻ നേച്ചർ. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഡീല് ചെയ്യുന്നത് റാൻഡം സിഗ്നൽസിനെയാണ്. അതായത് റിസീവറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പോസിബിൾ കേസസ് ഏതൊക്കെയാണ് എന്നുള്ളത് റിസീവറിന് ഓൾറെഡി അറിയാനായിട്ട് പറ്റും. അതായത് ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അത് റിസീവറിന് അറിയാം. പക്ഷേ ഇതിൽ ഏതാണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത് റിസീവറിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു റാൻഡം നേച്ചർ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു റാൻഡം സിഗ്നൽസിനെയാണ് ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡീല് ചെയ്യുന്നത്. ദെൻ ഈ ഒരു റാൻഡം സിഗ്നലിൻ്റെ ഡെഫിനീഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ റാൻഡം സിഗ്നൽ ഈസ് എ സിഗ്നൽ ഹൂസ് ബിഹേവിയർ കനോട്ട് ബി പ്രെഡിക്റ്റഡ് എക്സാക്ട്ലി. നമുക്ക് ഈ ഒരു റാൻഡം സിഗ്നലിൻ്റെ ബിഹേവിയറിനെ എക്സാക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Okay, or we cannot represent this random signal by using explicit time functions. ഈ ഒരു എക്സ്പ്ലിസിറ്റ് ടൈം ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റാൻഡം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ എക്സാക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റാൻഡം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. On the other hand, for deterministic signals, it is possible to write an explicit time functions. നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈം ഫങ്ഷൻസ് അല്ലെങ്കിൽ എക്സാക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഐഡിയ ക്ലിയർ ആകാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ട്രാൻസ്മിറ്ററിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈനുസോയിഡൽ സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കാം. സോ ആ ഒരു സെയിം സൈനുസോയിഡൽ സിഗ്നലാണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സൈനുസോയിഡൽ സിഗ്നലിനെ നമുക്കൊരു എക്സാക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. A sin ωt എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സൈനുസോയിഡൽ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ടൈപ്പ് സിഗ്നൽസ് അതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈപ്പ് സിഗ്നൽ ആണെങ്കിൽ നമുക്ക് അതിനൊരു എക്സാക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ദെൻ ഇതിലെ ടി ടൈമിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ടൈമിലെ എക്സാക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് t = 0 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ 0 സെക്കൻഡ് ടൈമിലെ വാല്യൂ നമുക്ക് കിട്ടും. t = 5 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ 5 സെക്കൻഡിലെ വാല്യൂ നമുക്ക് കിട്ടും. t = 10 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ 10th സെക്കൻഡിലെ വാല്യൂ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഈ ടൈപ്പ് സിഗ്നലാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. അതേസമയം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ റാൻഡം സിഗ്നൽസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുക. അതിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ സിഗ്നൽസ് എന്ന് പറയുന്നത് സൈൻ, കോസ്, അതേപോലെ തന്നെ ടാൻ സിഗ്നൽസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു സൈൻ ωt സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, കോസ് ωt സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ടാൻ ωt സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഡിജിറ്റൽ കേസിൽ പറഞ്ഞതുപോലെ 0 and 1 കേസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ 3 കേസുകൾ കൺസിഡർ ചെയ്തു. ഒരു സൈൻ സിഗ്നൽ, ഒരു കോസ് സിഗ്നൽ, ഒരു ടാൻ സിഗ്നൽ. ദെൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഈ 3 സിഗ്നൽസിൽ ഏതെങ്കിലും ഒരു സിഗ്നലായിരിക്കും ഒരു ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം അതൊരു സൈൻ സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ടാൻ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു.
ദെൻ അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു സൈൻ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു കോസ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ട്രാൻസ്മിഷൻ പോകുന്നതെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നെക്സ്റ്റ് ഏതാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ സൈൻ കഴിഞ്ഞിട്ട് ടാൻ വന്നിട്ടുണ്ട്, ടാൻ കഴിഞ്ഞിട്ട് എഗെയിൻ സൈൻ വന്നിട്ടുണ്ട്, ദെൻ സൈൻ കഴിഞ്ഞിട്ട് കോസ് വന്നിട്ടുണ്ട്, ദെൻ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് ആ ഒരു ഇൻഫർമേഷൻ സോഴ്സിൻ്റെ ഔട്ട്പുട്ടാണ്. ആ ഒരു ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നൽ അതിനെയാണ് ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സോ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു കംപ്ലീറ്റ് സിഗ്നലിനെ നമുക്ക് ഒരു എക്സാക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എ സൈൻ ഒമേഗ ടി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഈ ഒരു ഡ്യൂറേഷനിൽ ഈ സൈൻ സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടാൻ സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എ ടാൻ ഒമേഗ ടി എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഈ ഒരു സെക്ഷനിൽ നമുക്ക് എഗെയിൻ എ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എ കോസ് ഒമേഗ ടി യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കംപ്ലീറ്റ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഇല്ല. ഒരു സിംഗിൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റാൻഡം സിഗ്നലിനെ മൊത്തമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതേസമയം ഈ ഒരു ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നലിനെ നമുക്കൊരു എക്സാക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏത് ടൈമിലെ വാല്യൂ വേണമെങ്കിലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ ഒരു റാൻഡം സിഗ്നൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റാൻഡം ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതിൻ്റെ എക്സാക്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. സോ ഫോർ റാൻഡം സിഗ്നൽസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റൈറ്റ് എക്സ്പ്രഷൻസ് ലൈക്ക് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ റാൻഡം സിഗ്നൽസ് ആണ് വരുന്നത്. സോ നമുക്ക് എക്സാക്റ്റ് ഇക്വേഷൻസ് വെച്ചിട്ട് ഈ ഒരു സിഗ്നൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഈ ഒരു റാൻഡം സിഗ്നൽസിനെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമുക്ക് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ട്. ദെൻ അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഔട്ട്പുട്ട് ഏതാണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെൻസിൻ്റെ കേസിൽ ആ റാൻഡം എക്സ്പെരിമെൻസിനെ അല്ലെങ്കിൽ ആ ഒരു റാൻഡം ഫിനോമിനാസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ടെക്നിക്കാണ്. ഓക്കെ, സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ടെക്നിക്കാണ്. സോ ഈ ഒരു പ്രോബബിലിറ്റിയുടെ ഐഡിയാസ് ക്ലിയർ ആയിരിക്കണം. ഈ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ ഒരു റിവ്യൂ ആണ് നെക്സ്റ്റ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് അതൊന്ന് റിവ്യൂ ചെയ്തു പോവാം. ഓക്കെ, we know probability technique is mathematical techniques for dealing with the result of an experiment whose outcomes are not known in advance. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ടൈപ്പ് എക്സ്പെരിമെൻറ്റിനെ അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് such an experiment whose outcome is not known in advance is called random experiment. And the mathematical approach used for studying the result of random experiments and random phenomena is called probability theory. ഇങ്ങനെ ഔട്ട്കം നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു റാൻഡം ഫിനോമിനാസിനെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി തിയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആ റിസീവർ പോയിന്റ് ഓഫ് വ്യൂവിൽ റിസീവറിന് അറിയില്ല നെക്സ്റ്റ് അത് ഏത് സിഗ്നലാണ് റിസീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള ആ ഒരു റാൻഡം ഫിനോമിന കേസിൽ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, let's now consider some basic definitions and axioms in probability technique. First one, outcome. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോകാം. വാട്ട് ഇസ് ആൻ ഔട്ട്കം? ദി എൻഡ് റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ഔട്ട്കം.
ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എൻഡ് റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കം ഈസ് നോട്ട് നോൺ ഇൻ അഡ്വാൻസ്. ദെൻ നെക്സ്റ്റ് വൺ, സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സാമ്പിൾ സ്പേസ് എസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. ഈ പോസിബിളായിട്ടുള്ള ഈ ഔട്ട്കംസിൻ്റെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യാറുള്ള പ്രോബബിലിറ്റിയുടെ കേസിൽ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യാറുള്ള ഒരു കോയിൻ ടോസിൻ്റെ എക്സ്പെരിമെൻ്റ് എടുക്കുക. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യുക. ഒരു സിംഗിൾ കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയില് വരാം. ഓക്കെ, സോ ആ പോസിബിളായിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ്. സോ ആ ഔട്ട്കമ്മുകളുടെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ദെൻ ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഡൈയിൽ 6 ഫേസസ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഒരു ഡൈ ത്രോ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരാൻ ചാൻസ് ഉള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആൻഡ് 6. ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് വരാം. ഓക്കെ, സോ ആ പോസിബിളായിട്ടുള്ള ഔട്ട്കമ്മുകളുടെ ആ ഒരു കളക്ഷൻ, അതിൻ്റെ ഒരു സെറ്റ്, അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 0 ആൻഡ് 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ ഒരു കേസിൽ റിസീവർ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് റിസീവ് ചെയ്യാൻ ചാൻസ് ഉള്ള സിഗ്നൽസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 0 ആണ്, അല്ലെങ്കിൽ 1 ആണ്. ഓക്കെ, സോ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻസിൻ്റെ കളക്ഷൻ, പോസിബിൾ ആയിട്ടുള്ള ഒരു കേസസിൻ്റെ കളക്ഷൻ, അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് റാൻഡം ഇവൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. റാൻഡം ഇവൻ്റ്, ഒരു എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് കൺസിഡർ ചെയ്യുക. എ റാൻഡം ഇവൻ്റ് എ ഈസ് ആൻ ഔട്ട്കം ഓർ എ സെറ്റ് ഓർ കളക്ഷൻ ഓഫ് ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈ ത്രോ ചെയ്യുന്ന കേസ് എടുക്കുക. അതിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ 1, 2, 3, 4, 5 ആൻഡ് 6 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കളക്ഷനാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ദെൻ അതിലെ റാൻഡം ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഔട്ട്കം ഉള്ള കേസ് വരാം. ഇതൊരു റാൻഡം ഇവൻ്റ് ആണ്. അതുപോലെ തന്നെ 2, 3 ഇത് ഒരു റാൻഡം ഇവൻ്റ് ആണ്. സോ ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഒരു റാൻഡം ഇവൻ്റ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. Consider 2 events A and B. These 2 events A and B are said to be mutually exclusive if they have no common elements or outcomes. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യുക. ഈ ഫസ്റ്റ് ഇവൻറ്റിൽ വന്നിരിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 1 ആണ്. ഈ സെക്കൻഡ് ഇവൻറ്റിൽ വന്നിരിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്. സോ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു ഔട്ട്കമും ഇല്ല. ഓക്കെ, സോ ദീസ് 2 ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂണിയൻ ഓഫ് ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ദിസ് യൂണിയൻ ഓഫ് ഇവൻറ്റ്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ യൂണിയൻ ബി ആൻഡ് ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് വിച്ച് ബിലോങ് ടു എ ഓർ ബി. സോ യൂണിയൻ ഓഫ് ഇവൻറ്റ്സ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് വിച്ച് ബിലോങ്സ് ടു എ ഓർ ബി. സോ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇത് എ എന്ന് പറയുന്ന ഇവൻറ്റും ഇത് ബി എന്ന് പറയുന്ന ഇവൻറ്റും ആണെന്ന് വിചാരിക്കുക. ദെൻ എ യൂണിയൻ ബി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2 ആൻഡ് 3. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് എ യൂണിയൻ ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർസെക്ഷൻ ഓഫ് ഇവൻറ്റ്സ്. ഇൻ്റർസെക്ഷൻ ഓഫ് ഇവൻറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. ആൻഡ് ദിസ് ഇൻ്റർസെക്ഷൻ ഓഫ് ഇവൻറ്റ്സ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് വിച്ച് ബിലോങ്സ് ടു ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഔട്ട്കംസ്, അതാണ് എ ഇൻ്റർസെക്ഷൻ ഓഫ് ബിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത് ഈ 2 ഇവൻറ്റ്സ് എടുക്കുക.
ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒന്നും ഇല്ല. സോ എ ഇൻ്റർസെക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ഈ കേസിൽ 0 ആണ്. ദെൻ വേറെ രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യുക. സേ എ ഈക്വൽ ടു 2,3,4 ആൻഡ് ബി ഈക്വൽ ടു 3,4. ഓക്കെ, ദെൻ ഈ ഒരു കേസിൽ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ഓഫ് ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3,4. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആ ഔട്ട്കംസ് അതാണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു ഡെഫിനേഷനും കൂടി കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഒക്കറൻസ്. What is meant by occurrence of an event? An event A of a random experiment is said to have occurred if the experiment terminates in an outcome that belongs to event A. നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ഇഫ് ദാറ്റ് ബിലോങ്സ് ടു ഇവൻറ്റ് എ, ദെൻ വി വിൽ സേ ദാറ്റ് ദിസ് ഇവൻറ്റ് എ ഹാസ് ഒക്കേർഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ കൺസിഡർ ആൻ ഇവൻറ്റ് എ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. ദെൻ കൺസിഡർ എൻ ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്, ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എസ്. നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള പോസിബിൾ ആയിട്ടുള്ള ആ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ലെറ്റ് എൻ എ ഓഫ് ദീസ് ഔട്ട്കംസ് ബിലോങ് ടു ഇവൻറ്റ് എ. ഓക്കെ, ഈ ഒരു എൻ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസിലെ എൻ എ നമ്പർ ഓഫ് ഔട്ട്കംസ് ബിലോങ്സ് ടു ഇവൻറ്റ് എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഗിവൺ ബൈ എൻ എ ഡിവൈഡഡ് ബൈ എൻ. എൻ ആണ് ആ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് എൻ ആണ്. ഈ എൻ നമ്പർ ഓഫ് ഔട്ട്കംസിൽ എൻ എ നമ്പർ ഓഫ് ഔട്ട്കംസ് ബിലോങ്സ് ടു ഇവൻറ്റ് എ. So probability of A is equal to NA divided by N. Okay, let's now consider some axioms of probability theory. First one, probability of an event A, P of A is always greater than or equal to 0. പ്രോബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകില്ല, അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ദെൻ സെക്കൻഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു 1. സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് കിട്ടും. കാരണം പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാമ്പിൾ സ്പേസിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എൻ ആണ്. ദെൻ ഇവിടെ നമ്മൾ ഇവൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നതും സാമ്പിൾ സ്പേസ് തന്നെയാണ്. സോ ഈ ഒരു ഇവൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് എൻ ഔട്ട്കംസ് തന്നെയാണ്. ഓക്കെ, സോ എൻ ബൈ എൻ ആയിരിക്കും വരുന്നത് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. Let's now consider some useful laws of probability. We know probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. Then if A intersection B is equal to 0, then probability of A union B will be equal to probability of A plus probability of B. Okay, then second one, if A1, A2, etc. to AN are n random events such that AI intersection AJ equal to 0 for I not equal to J and A1 union A2 union etc. union AN is equal to S, then these events, these A1 to AN events are called mutually exclusive and exhaustive. Okay, അതായത് n റാൻഡം ഇവൻറ്റ്സ് A1 to AN കൺസിഡർ ചെയ്യുക. ആൻഡ് ഇഫ് AI ഇൻ്റർസെക്ഷൻ AJ ഈക്വൽ ടു 0 ഫോർ I നോട്ട് ഈക്വൽ ടു J, അതായത് A1 ഇൻ്റർസെക്ഷൻ A2 എടുത്താൽ അത് 0 ആയിരിക്കും, A1 ഇൻ്റർസെക്ഷൻ A3 എടുത്താൽ 0 ആയിരിക്കും, അങ്ങനെ. അതുപോലെ തന്നെ A2 ഇൻ്റർസെക്ഷൻ A3 എടുത്താൽ A2 ഇൻ്റർസെക്ഷൻ A4 എടുത്താൽ അങ്ങനെ കംപ്ലീറ്റ് 0 ആയിരിക്കും. കോമൺ ആയിട്ട് ഒന്നും ഇല്ല. ഈ ഇവൻറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇവൻറ്റുകൾ തമ്മിൽ കോമൺ ആയിട്ട് ഒരു ഔട്ട്കം ഇല്ല. ദെൻ അതേപോലെ തന്നെ ഈ എല്ലാ ഇവൻറ്റുകളുടെയും യൂണിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ
ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവൻസിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻസ് എന്ന് പറയും. ഓക്കെ, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് കേസ്. അതായത് ഇൻ്റർസെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഈ ഇവൻറ്റുകൾക്ക് ഒന്നുമില്ല. ഓക്കെ, ദെൻ എക്സോസ്റ്റീവ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഈ സെക്കൻഡ് കേസ്. ഈ എല്ലാ ഇവൻറ്റുകളും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് കിട്ടും. ഓക്കെ, സോ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ ക്ലിയർ ആക്കി വെക്കുക. ആ ഇവൻറ്റുകൾ തമ്മിൽ കോമൺ ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ആ എല്ലാ ഇവൻറ്റുകളും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാമ്പിൾ സ്പേസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇൻ ദിസ് കേസ് വി ക്യാൻ റെപ്രസെൻറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ആസ് probability of A intersection S. Okay, then we can write it as probability of A intersection A1 union A2 union etc union AN. അതായത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ എസിനെ നമ്മൾ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A intersection A1 plus probability of A intersection A2 plus etc probability of A intersection AN ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, ദെൻ ഇഫ് A യൂണിയൻ A bar ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് and A intersection A bar is equal to 0, then A bar is called the complement of A. അതായത് എയും എ ബാറും തമ്മിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. എ ഇൻ്റർസെക്ഷൻ എ ബാർ ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ എയും എ ബാറും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടുകയും ചെയ്യും. എ യൂണിയൻ എ ബാർ ഈക്വൽ ടു സാമ്പിൾ സ്പേസുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോംപ്ലിമെൻ്റ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനെ എ ബാർ എന്ന് പറയുന്നത് എയുടെ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ബാർ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജോയിൻറ്റ് ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇൻ മെനി എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് വി ഓഫൺ പെർഫോം എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി സബ് എക്സ്പെരിമെൻറ്റ്സ്. ആൻഡ് എക്സാമ്പിൾ ഈസ് ദി സൈമൾട്ടേനിയസ് ഒബ്സർവേഷൻ ഓഫ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിജിറ്റ്സ് ഓഫ് എ ബൈനറി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബൈനറി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എക്സ്പെരിമെൻറ്റ്. അതിന് 2 സബ് എക്സ്പെരിമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ ഓഫ് ഇൻപുട്ട് ഡിജിറ്റ്സ് ആൻഡ് സെക്കൻഡ് സബ് എക്സ്പെരിമെൻറ്റ് ഈസ് ദി ഒബ്സർവേഷൻ ഓഫ് ഔട്ട്പുട്ട് ഡിജിറ്റ്സ്. ഈ 2 സബ് എക്സ്പെരിമെൻറ്റ്സും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ സബ് എക്സ്പെരിമെൻറ്റ്സ് വരുന്ന കേസുകളിലാണ് നമ്മൾ ജോയിൻറ്റ് ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് കൺസിഡർ ചെയ്യുന്നത്. Now suppose we have a random experiment E consists of 2 sub-experiments E1 and E2. Then the sample space of the experiment E consists of outcomes of sub-experiments E1 and E2. അതായത് ഈ സബ് എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഔട്ട്കംസിനെ എല്ലാം കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ മെയിൻ എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു സാമ്പിൾ സ്പേസ് കിട്ടുന്നത്. Now consider events A1, A2 etc. to AN are defined for sub-experiment E1 and events B1, B2 etc. to BM are defined for sub-experiment E2. Then the event AIBJ is an event of the total experiment. Now we can define joint probability. This joint probability is the probability of an event such as AIBJ, that is the intersection of events from sub-experiments, is called the joint probability of the event and is denoted by probability of AIBJ. ഓക്കെ, അതായത് ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജോയിൻറ്റ് ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. This marginal probability is the probability of an
event irrespective of the outcome of another variable. For example, here in this case we are considering two sub-experiments E1 and E2, and P of Bj is called a marginal probability or elementary probability, where this Bj is an event associated with sub-experiment E2. Let's now consider some relations in the case of this marginal probability. If the events A1, A2, etc. to An associated with sub-experiment E1 are mutually exclusive and exhaustive, we can write probability of Bj. This is the marginal probability, and that is equal to probability of Bj S. S is the sample space. So Bjയും S ഉം തമ്മിൽ intersection നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we will get probability of Bj. Okay, and that is equal to probability of Bj. We can replace this S by A1 union A2 union etc. union An. Okay, then we can write it as probability of A1 Bj union A2 Bj union etc. An Bj. Okay, and we can write it as sigma I equal to 1 to n probability of Ai Bj. Okay, സോ ഈ ഫസ്റ്റ് സബ് എക്സ്പെരിമെൻറ്റിൻ്റെ ഈ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ മാർജിനൽ പ്രോബബിലിറ്റി പി ഓഫ് ബി ജെ തന്നെ നമുക്ക് ഈ സിഗ്മ ഐ ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് എ ഐ ബി ജെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റ്സ് നൗ കൺസിഡർ ദ കേസ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇൻ സം കേസസ് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഇവൻറ്റ് ബി ജെ മേ ഡിപ്പെൻഡ് ഓൺ ദി ഒക്കറൻസ് ഓഫ് ദി റിലേറ്റഡ് ഇവൻറ്റ് എ ഐ. ഈ ബി ജെ എന്ന് പറയുന്ന ഇവന്റിന്റെ ഒക്കറൻസ് എ ഐ എന്ന് പറയുന്ന ഇവന്റിന്റെ ഒക്കറൻസിനെ ഡിപ്പെൻഡ് ചെയ്തു വരുന്ന കേസ്. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഈ ബി ജെ എന്ന് പറയുന്നത് നമ്മുടെ സബ് എക്സ്പെരിമെന്റ് E2 ആയിട്ട് റിലേറ്റ് ചെയ്തു വരുന്നതാണ്. ഇവന്റ് എ ഐ എന്ന് പറയുന്നത് നമ്മുടെ സബ് എക്സ്പെരിമെന്റ് E1 ആയിട്ട് റിലേറ്റ് ചെയ്തു വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇഫ് ദി ഒക്കറൻസ് ഓഫ് ബി ജെ ഡിപ്പെൻഡ്സ് ഓൺ ദി ഒക്കറൻസ് ഓഫ് ഇവന്റ് എ ഐ, വി ക്യാൻ യൂസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഈ ഒരു ഐഡിയ ക്ലിയർ ആകാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. Consider a box containing 6 resistors and 1 capacitor. Then രണ്ട് സബ് എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് സബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഡ്രോ എ കമ്പോണന്റ് ഫ്രം ദി ബോക്സ്. ഓക്കെ, ആ ഒരു ബോക്സിൽ നിന്ന് ഒരു കമ്പോണന്റ് നമ്മൾ പിക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് സബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് റീപ്ലേസിംഗ് ദി ഫസ്റ്റ് കമ്പോണന്റ് ഡ്രോ എ സെക്കൻഡ് കമ്പോണന്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് സബ് എക്സ്പെരിമെന്റ്. സോ ഒരു ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്തു, അതിൽ 6 റെസിസ്റ്റേഴ്സും ഒരു കപ്പാസിറ്ററും ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ ഒരു കമ്പോണന്റിനെ ആ ബോക്സിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ദെൻ ആ കമ്പോണന്റിനെ റീപ്ലേസ് ചെയ്യാതെ നമ്മൾ സെക്കൻഡ് കമ്പോണന്റ് ആ ഒരു ബോക്സിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ഡിഫൈൻ 2 events AI and BJ. The event AI is the component drawn first. ഓക്കെ, നമ്മൾ ആ ഒരു ബോക്സിൽ നിന്ന് ആ പിക്ക് ചെയ്ത ആ ഒരു കമ്പോണന്റ്, അതിപ്പോൾ റെസിസ്റ്റർ ആകാം അല്ലെങ്കിൽ കപ്പാസിറ്റർ ആകാം. സോ അതിനെയാണ് ഫസ്റ്റ് ഇവന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ ഐ ആം ഡിഫൈനിങ് എ സെക്കൻഡ് ഇവന്റ് ബി ജെ വിച്ച് ഈസ് ഗെറ്റിംഗ് എ കപ്പാസിറ്റർ ഓൺ ദി സെക്കൻഡ് റോ. നൗ ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കപ്പാസിറ്റർ ഓൺ ദി സെക്കൻഡ് റോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഔട്ട്കം ഓഫ് ദി ഫസ്റ്റ് റോ. ബിക്കോസ് ഇഫ് വി ഹാഡ് ഡ്രോൺ എ കപ്പാസിറ്റർ ഓൺ ദി ഫസ്റ്റ് റോ, then the probability of getting a capacitor on the second row is 0 since there is no capacitor left in the box. അതായത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ബോക്സിൽ 6 റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉള്ളതായിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡ്രോയിൽ നമുക്ക് കപ്പാസിറ്റർ ആണ് നമ്മൾ പിക്ക് ചെയ്തതെങ്കിൽ ദെൻ സെക്കൻഡ് റോയിൽ നമുക്ക് ഈ കപ്പാസിറ്റർ കിട്ടില്ല. കാരണം ഈ സെക്കൻഡ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് കമ്പോണന്റിനെ റീപ്ലേസ് ചെയ്യാതെയാണ്. വിത്തൗട്ട് റീപ്ലേസിംഗ് ദി ഫസ്റ്റ് കമ്പോണന്റ് വി ആർ ഡ്രോയിങ് ദി സെക്കൻഡ് കമ്പോണന്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രോയിൽ നമുക്ക് കപ്പാസിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഡ്രോയിൽ നമുക്ക് കപ്പാസിറ്റർ കിട്ടില്ല. Thus, we have a situation where the occurrence of event Bj on the second sub-experiment is conditional on the occurrence of event AI on the first sub-experiment, and we denote
the probability of event Bj occurring given that event Ai is known to have occurred by the conditional probability of Bj given Ai. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ബി ജെ ഗിവൺ എ ഐ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബി ജെ ഒക്കറിങ് ഗിവൺ ദാറ്റ് ഇവന്റ് എ ഐ ഈസ് നോൺ ടു ഹാവ് ഒക്കേർഡ്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി ജെ ഗിവൺ എ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബി ജെ ഒക്കറിങ് ഗിവൺ ദാറ്റ് ഇവന്റ് എ ഐ ഈസ് നോൺ ടു ഹാവ് ഒക്കേർഡ്. അതായത് ഈ ഒരു ഇവന്റ് എ ഐ എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കർ ചെയ്തു, അത് ആദ്യമേ ഒക്കർ ചെയ്തു, അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇവന്റ് ബി ജെ ഒക്കർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അത് ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു കമ്പോണൻറ്റ് ഡ്രോ ചെയ്തു, ആ കമ്പോണൻറ്റ് ഏതാണെന്നുള്ളത് നമുക്കറിയാം, റെസിസ്റ്റർ ആണോ അല്ലെങ്കിൽ കപ്പാസിറ്റർ ആണോ എന്നുള്ളത് നമുക്കറിയാം. ദെൻ അതിനെ റീപ്ലേസ് ചെയ്യാതെ നമ്മൾ സെക്കൻഡ് കമ്പോണൻറ്റിനെ ഡ്രോ ചെയ്തിട്ട് അപ്പോൾ ഒരു കപ്പാസിറ്റർ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ലെറ്റ്സ് നൗ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ലെറ്റ് NA, NB and NAB be the number of outcomes belonging to events A, B and AB. Okay, മൂന്ന് ഇവൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, എ ബി ആൻഡ് എ ബി ഇവൻറ്റ്സ്. എ ഇവൻറ്റിൽ NA നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ട്, ബി ഇവൻറ്റിൽ NB നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ട്, എ ബി ഇവൻറ്റിൽ NAB നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ട്. ആൻഡ് ലെറ്റ് ക്യാപിറ്റൽ N be the ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ദി സാമ്പിൾ സ്പേസ്. ദെൻ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എൻ എ ബി ഡിവൈഡഡ് ബൈ എൻ. ആൻഡ് ഓൾസോ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ. ഈ ഒരു ഇവന്റ് എ ബി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇവന്റ് എന്ന് പറയുന്നത് എയും ബിയും ഒക്കർ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റിയാണ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇവന്റ് എ ഒക്കർ ചെയ്യാനായിട്ടുള്ള പ്രോബിലിറ്റിയാണ്. നൗ നമുക്ക് എങ്ങനെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ എഴുതാന്നുള്ളത് നോക്കാം. വി നോ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ മീൻസ് ദിസ് ഇവന്റ് എ ഈസ് ഓൾറെഡി ഒക്കേർഡ്. സോ സിൻസ് ദി ഇവന്റ് എ ഹാസ് ഒക്കേർഡ് വി നോ ദി ഔട്ട്കം ഈസ് ഇൻ ഇവന്റ് എ. ഈ ഇവന്റ് എ എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കർ ചെയ്തു. സോ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഈ ഒരു ഇവന്റ് എയിലുണ്ട്, അല്ലെങ്കിൽ ഈ NA നമ്പർ ഓഫ് ഔട്ട്കംസിൽ ഏതോ ഒരെണ്ണമാണ് ഇവിടെ ഒക്കർ ചെയ്തിരിക്കുന്നത്. നൗ ഫോർ ഇവന്റ് ബി ടു ഒക്കർ ഗിവൺ ദാറ്റ് എ ഹാസ് ഒക്കേർഡ് ദി ഔട്ട്കം ഷുഡ് ബിലോങ് ടു ഇവന്റ് എ ബി. അതായത് ഈ ഒരു ഇവന്റ് എ എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കർ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബിയും കൂടി ഒക്കർ ചെയ്യാനായിട്ടുള്ള ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബിലോങ് ടു ഇവന്റ് എ ബി. ദെൻ വി നോ ദർ ആർ NAB നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ഇവന്റ് എ ബി. ദസ് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഇവന്റ് ബി ഗിവൺ എ ഹാസ് ഒക്കേർഡ് ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ NA ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു NAB divided by N divided by NA divided by N. ജസ്റ്റ് ആ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ N വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വി നോ ദിസ് NAB divided by N is equal to probability of AB. Okay, and this NA divided by N is probability of A. Okay, so probability of B given A is equal to probability of AB divided by probability of A. സോ ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇതേ ഫോമിൽ തന്നെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷനും എഴുതാനായിട്ട് പറ്റും. ഈ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കിയേ. ഈ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ബി ആണ്. ദെൻ ദാറ്റ് ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം ഇതാണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷൻ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി വിൽ ബി ഈക്വൽ ടു probability of AB divided by probability of B. Okay, and here we are assuming that ഈ ഒരു കേസിൽ probability of A is not equal to 0 and ഈ ഒരു കേസിൽ probability of B is not equal to 0. Okay, let's now consider some relationships in the case of this conditional probability.
So now we are going to consider some relations in the case of this conditional probability. നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻസ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. Then we can write probability of AB is equal to probability of A given B into probability of B, and that is also equal to probability of B given A into probability of A. Okay, ഈ ഒരു റിലേഷൻ കൺസിഡർ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ആയിട്ട് എഴുതാം. ദെൻ ഈ ഒരു റിലേഷൻ കൺസിഡർ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിട്ട് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത ഒരു റിലേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇഫ് B1, B2 എക്സെട്ര ടു BM ആർ സെറ്റ് ഓഫ് മ്യൂച്വലി exclusive and exhaustive events, then we can write probability of A is equal to sigma j equal to 1 to m probability of A given Bj into probability of Bj. Okay, then ഈ ഒരു റിലേഷൻ ട്രൂ ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈം കൺസിഡർ ചെയ്യുക പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ജെ. അതിന് നമുക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. സോ ഈ ഒരു റിലേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ RHS ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to m പ്രോബിലിറ്റി ഓഫ് എ ബി ജെ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ജെ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ജെ. ഓക്കെ, സോ ഇത് ക്യാൻസലായി. So we have sigma j equal to 1 to m probability of A Bj, and here we are considering that this B1, B2 etc to Bm are mutually exclusive and exhaustive. Okay, so ഈ sigma j equal to 1 to m Bj എന്ന് പറയുന്നത് നമുക്ക് സാമ്പിൾ സ്പേസ് ആയിട്ട് കിട്ടും. സോ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A. Okay, also we can write probability of Bj given A is equal to probability of A given Bj into probability of Bj divided by sigma j equal to 1 to m probability of A given Bj into probability of Bj. ഈ ഒരു റിലേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ബി ജെ ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ബി ജെ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. ഓക്കെ, സോ അതിൽ പ്രോബിലിറ്റി ഓഫ് എ ബി ജെക്ക് നമ്മുടെ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് എ ബി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ജെ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ജെ വരും. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിനോമിനേറ്ററിൽ പ്രോബിലിറ്റി ഓഫ് എ ആണ് വരുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് എക്ക് പകരം ഈ ഒരു റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദിസ് വൺ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we can write probability of A given B is equal to probability of B given A into probability of A divided by probability of B. ഈ ഒരു റിലേഷനെ നമ്മൾ പറയുന്നത് ബേസ് റൂൾ എന്നാണ്. And here we are considering that probability of B is not equal to 0. ഈ ഒരു റിലേഷൻ നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. അതായത് വി നോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ആൻഡ് വി നോ പ്രോബബിലിറ്റി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ആണ്. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളത് നോക്കാം. കൺസിഡർ 2 events A I and B J associated with the outcomes of 2 experiments. Then suppose that event B J is independent of event A I so that the occurrence of A I does not influence the occurrence of B J and vice versa. Okay, അതായത് എ ഐയുടെ ഒക്കറൻസ് ബി ജെനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്, അതേപോലെ തന്നെ ബി ജെയുടെ ഒക്കറൻസ് എ ഐനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. Then we say that the events are statistically independent. Then statistically independent eventsനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ we can write probability of AI Bj is equal to
probability of AI into probability of BJ. ഓക്കെ, ഈ രണ്ട് ഇവൻറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് പ്രോബിലിറ്റി ഓഫ് AIBJ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് AI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് BJ. ഓക്കെ, ദെൻ നമുക്ക് ഇത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. വി നോ പ്രോബിലിറ്റി ഓഫ് AIBJ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് AI ഗിവൺ BJ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് BJ. ഓക്കെ, ദെൻ AIയും BJയും സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ AIയുടെ ഒക്കറൻസിനെ BJ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം BJ ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും അത് AIനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. സോ നമുക്ക് പ്രോബിലിറ്റി ഓഫ് AI ഗിവൺ BJനെ പ്രോബിലിറ്റി ഓഫ് AI ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് വൺ is equal to probability of AI into probability of BJ. Okay, so രണ്ട് ഇവൻറ്റ്സ് AIയും BJയും സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് പ്രോബിലിറ്റി ഓഫ് AIBJ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് AI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് BJ, ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇഫ് ദേ ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻറ്റ് ദെൻ പ്രോബിലിറ്റി ഓഫ് AI ഗിവൺ BJ is equal to probability of AI. Okay.